ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു സാരി ബ്ലൗസിൽ ആരി വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ബീഡ് വർക്ക് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ ത്രെഡ് വർക്ക് ചെയ്യുന്നില്ല. ബീഡ്സ് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ബ്ലൗസിൽ പിടിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഗോൾഡൻ ജെറിയാണ് തയ്ച്ച് പിടിപ്പിക്കുന്നത്. നമ്മൾ ഏതൊരു വർക്ക് എടുത്താലും ആദ്യം ഒരു 2-3 ലെയർ ഇതുപോലെ നമ്മൾ ഈ ജെറി ത്രെഡ് കൊണ്ട് തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബീഡ്സ് പിടിപ്പിക്കാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് ഈ തുണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെഷീൻ വന്നിട്ട് മുത്തിലെല്ലാം കയറിക്കൊണ്ട് മെഷീൻ്റെ നീഡിലൊടിയാൻ പാടില്ല. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ഒരു 2-3 ലെയർ ജെറി ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. വലിയ സ്പീഡായിട്ടൊന്നും ചെയ്യാറായിട്ടില്ല. ഇതെൻ്റെ ആദ്യത്തെ ബ്ലൗസ് സ്റ്റിച്ചിങ് ആണ്, അല്ലാതെ റഫായിട്ടൊക്കെ തയ്ച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ബ്ലൗസിൽ ഞാനിത് ആദ്യമായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഗോൾഡൻ ജെറി വർക്ക് കംപ്ലീറ്റ് ചെയ്ത ഉടനെ നമുക്ക് ഷുഗർ ബീഡ്സ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഞാൻ അതും ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് തന്നെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഷുഗർ ബീഡ്സ് ആകുമ്പോൾ നമുക്ക് 2-3 ബീഡ്സ് ഒരുമിച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു ലെയർ ഷുഗർ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് 3mm ഗോൾഡൻ കളർ ബീഡ്സ് ആണ്. ഈ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മിഷൻ ത്രെഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബീഡ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ബീഡ്സിന് ഇങ്ങനെ നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആരി വർക്ക് ചെയ്യാനായിട്ട് ഒരു പ്രത്യേക സ്റ്റാൻഡൊക്കെ ഉണ്ട്. ആ സ്റ്റാൻഡിൽ നമ്മുടെ ഈ ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കൈകൊണ്ട് ഫ്രെയിം പിടിച്ചാണ് ചെയ്യുന്നത്, അപ്പോൾ അത് ഇച്ചിരി റിസ്ക് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ബ്ലൗസ് അല്ല കേട്ടോ, എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിശ്വസിച്ച് തന്നതാണ്. എന്തായാലും ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്, എന്നാലും എന്നെ വിശ്വസിച്ച് തന്നു ഇത് ചെയ്യാനായിട്ട്. നമുക്ക് പറ്റുന്ന അത്ര ചെയ്ത് നോക്കാമല്ലേ. ഈ 3mm ബീഡ്സ് ഒരു ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ ഷുഗർ ബീഡ്സ് ആണ് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരവരുടെ ഐഡിയയ്ക്കനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആരി വർക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഞാനൊരു വീറ്റ് ബീഡ് യൂസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഡിസൈനും കൂടെ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഡിസൈനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഇട്ട് കൊടുത്ത് വേണം അടുത്ത ഡിസൈനിലോട്ട് മൂവ് ആവാൻ വേണ്ടിയിട്ട്. കണ്ടിന്യൂസ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് കുറച്ച് റിസ്ക്കും കൂടെയാണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കും. പിന്നെ ഞാനിവിടെ നോട്ട് ഇടുന്നതിന് പകരമായിട്ട് ഓരോ വീറ്റ് ബീഡിൻ്റെ എൻഡിലായിട്ടൊരു ഷുഗർ ബീഡ് കൊടുത്തിട്ട് അതിനെ കവർ ചെയ്ത് ത്രെഡ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നോട്ട് പോലെ ടൈറ്റ് ആയിക്കോളും. ഈ വീഡിയോ കാണുമ്പോൾ 4 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ, ഈസിയാണ്. കാണുമ്പോൾ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ തോന്നിയാലും ഞാനിത് 4 ദിവസം കൊണ്ടാണ് ഈ ഒരു ബ്ലൗസ് കംപ്ലീറ്റ് ചെയ്തത്. നമ്മളിത് സ്ഥിരം ചെയ്യുവാണെങ്കിൽ നമുക്കിതിനെക്കാട്ടി നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തത്. അല്ലാതെ ഇതിൽ തന്നെ എക്സ്പേർട്ടാണെങ്കിൽ അവർ ഈസി ആയിട്ട് ഓരോ ബ്ലൗസ് ഡെയിലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. ഞാൻ ഫുള്ളും ഗോൾഡൻ ബീഡ്സ്, ഗോൾഡൻ കളർ കൊണ്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമുണ്ട് കാണാനായിട്ട്. നല്ല പച്ച കളറിൽ. വീഡിയോയ്ക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പച്ച കളറിൽ ഗോൾഡൻ കളർ ബീഡ്സൊക്കെ വന്നപ്പോൾ അതിമനോഹരമായിട്ടുണ്ട്. ഇത് ബ്ലൗസിൻ്റെ കൈയാണ്. ഇത് ഞാൻ സിമ്പിളായിട്ട് തന്നെ നമ്മൾ നെക്കിന് കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് കൈക്കും കൊടുത്തേക്കുന്നത്, വളരെ സിമ്പിളായിട്ട്. ഇത് നമ്മുടെ ഫ്രണ്ട് കഴുത്താണ്, അത് ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഇത് ബാക്ക് നെക്കാണ്, അതാണ് കുറച്ച് കൂടുതൽ വർക്ക് വരുന്നത്. കാരണം കുറച്ച് ഇറക്കത്തിൽ നല്ല വർക്ക് ബാക്കിലാണ് കൊടുക്കേണ്ടത്. പിന്നെ ഫുള്ളായിട്ടും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബീഡ് വർക്കും കൂടെ ഞാൻ ബാക്കിൽ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.